വെൽക്കം ബാക്ക്. അപ്പം കുറേ ആളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ സൈഡായതായിരുന്നു. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ പഴയ പോലത്തെ വീഡിയോസൊക്കെ ചെയ്തു പോകാനോ ഉള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ കുറേ നാളായി വീഡിയോസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ എൻ്റെ വിരലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വിരലൊന്ന് ഒടിഞ്ഞായിരുന്നു, ഒരു പൊട്ടലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റെസ്റ്റായിരുന്നു. വീഡിയോ ചെയ്യാൻ മാത്രമല്ല, പിന്നെ ജോലിയുടെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോയി. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, അപ്പം അത് എന്നെ നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോൾ എനിക്കത് എങ്ങനെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് കുറേ ആളുകൾ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇല്ലാത്തത്. എനിക്ക് എല്ലായിടത്തും പറയാനും ഒക്കെ കുറേ അധികം വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആർക്കും തന്നെ റിപ്ലൈ തരാത്തത്. എന്നാലും കുറച്ച് പേര് പിന്നെ അയക്കുമ്പോഴത്തേക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് വർഷങ്ങളാണ്. പിന്നെ എൻ്റെ ഹെൽത്ത് പരമായിട്ട് ഞാൻ നല്ല വീക്കാണ്. ഇപ്പം മെൻ്റലിയും വീക്കാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾറെഡി എൻ്റെ കുറേ വീഡിയോസ് സ്റ്റോക്കുണ്ട്. ഒരു 5-6 വീഡിയോസ് അധികം സ്റ്റോക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയും ഞാൻ ഇട്ട് തീർക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഇതുപോലത്തെ കണ്ടന്റിൽ തന്നെ ഞാൻ പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ശരിയാകുന്നവരെ നമ്മളിങ്ങനെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പറയണം. ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് പറഞ്ഞു എൻ്റെ അടുത്ത് ഇതുപോലെ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വേറൊരു കാര്യത്തിൽ നമ്മൾ എൻഗേജഡ് ആകുമ്പോഴത്തേക്കിനും വിഷമങ്ങളൊക്കെ മാറും എന്നാണ് എനിക്ക് അറിയാം. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്നിരുന്നാലും എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പം ചാനലിലൂടെ ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യാറുന്നത്. അപ്പം തിരിച്ച് നമ്മൾ പഴയ പോലെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീക്കിലും വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന പോലെ കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. എന്നാൽ അടുത്ത ആഴ്ച ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അതിന് ഉടനെ തന്നെ ഒരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇതിനൊക്കെ പഴയ പോലെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ പറയാനാണ് എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.